പല പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കും ആദ്യമായി വസ്ത്രം തയ്ച്ചു കൊടുത്ത ഒരു ബഹുമതി കൂടി ഇന്ദ്രൻസിനുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ജയറാം അല്ലേ? ജയറാമിനെ ആദ്യമായിട്ട് ജയറാം, പ്രേംകുമാർ, അങ്ങനെ കുറേ പേരുണ്ട് അല്ലേ? അപ്പോൾ ജയറാം അപരൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ ആർട്ടിസ്റ്റുകൾ നമ്മൾ തിരിച്ചു വഴക്ക് പറയുന്നു, അതേപോലെ തിരിച്ച് ജയറാമിനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഷർട്ടിട്ടാ മതി അല്ലെങ്കിൽ ആ പാൻറ് ഇട്ടാ എന്താ കുഴപ്പം ചോദിച്ചിട്ടുണ്ടോ? ജയറാം അത് കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെയുള്ള നവോദയ സ്റ്റുഡിയോ എന്ന് എങ്ങോട്ടോ ഷോട്ട് ദൂരത്തോടെ എടുത്തോണ്ടിരിക്കുക. അപ്പോഴും വരുന്ന വണ്ടിയിൽ ജയറാമിനെ വിളിച്ചോണ്ട് എല്ലാം സാറ് പറഞ്ഞു വിട്ടു. അപ്പം റൂമിന് തച്ചോണ്ടെന്ന് എടുക്കാൻ വന്ന ഒരു അസിസ്റ്റൻറ്റ് വന്നപ്പോൾ ആ കൊടുത്തിട്ട് ജയറാം കയറി, അത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇവൻ എന്തോ ചെയ്തതിനൊരു കുഴപ്പമുണ്ടായിരുന്നു, എടുക്കാതെ മറന്നിട്ട് ഇവനെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു. അത് ഞാൻ ഭയങ്കരമായിട്ട് ജയറാം കാണിക്കുമ്പോഴത്തേക്കും താങ്ങാത്തത്ര ദേഷ്യം നിന്ന് വിറയ്ക്കുന്ന പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ അകത്തുണ്ടായിരുന്നു. പിന്നീട് പറയുമായിരുന്നു എന്തൊരു ചൂടാവരുന്നൊക്കെ. കണ്ടാൽ തോന്നില്ല. അല്ലാതെ ആളെടുത്ത് അങ്ങനെ ആർട്ടിസ്റ്റ് അടുത്തൊന്നും ഇപ്പോഴും നമ്മൾ ഒരു അത്രയും പരിചയം ഉള്ള പോലെ അല്ല, നല്ല ബന്ധമാണ്. അതങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത്രയും അദ്ദേഹത്തിനും സ്നേഹമാണ്. ജയറാം രാജസേനൻ കൂട്ടുകെട്ട് മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. രാജസേനൻ്റെ പടങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുള്ളത്. തുടക്കം CD ഉണ്ണീഷൻ മുതൽ മേലെപ്പറമ്പിൽ ആൺവീട് മുതൽ കുറേ പടങ്ങൾ. രസകരമായ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവില്ലേ ഇത്? പ്രത്യേകിച്ച് ജഗതി ചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്ന അല്ലേ? കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ജഗതിയുടെ. ഇപ്പോൾ നേരത്തെ രാജസേനൻ ജയറാം ഒരു കോമ്പിനേഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇന്ദ്രൻസിനെ കണ്ടിട്ട് ചില ക്യാരക്ടേഴ്സ് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ രാജസേനൻ പല പടത്തിലും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ രാജസേനൻ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം കൂടെ നിന്നിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ഈ സമാഗമ വേദിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ തിരക്കിലായിപ്പോയി. എന്നാലും അദ്ദേഹം ടെലിഫോണിൽ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് രണ്ടുപേർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്ക് രാജസേനുമായിട്ട് സംസാരിക്കാം. ഹലോ രാജസേനൻ. നമസ്കാരം. നമസ്കാരം, ഞാൻ കമലാണ് സമാഗമത്തിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ആദ്യത്തെ നമസ്കാരം. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, മിനി സ്ക്രീനിലൊക്കെ ആയിട്ട്. അതെ, അതുപോലെ ആ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതിന് നന്ദി. എന്റെ കഷ്ടകാലത്തിന് എനിക്ക് വരാൻ പറ്റില്ല. അതെ അതെ അതെ. ഞങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു സേനൻ, ഏറ്റവും കൂടുതൽ സിനിമകളിൽ രാജസേനന്റെ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ഇന്ദ്രൻസ്. അപ്പൊ എന്റെ ഓർമ്മകളിൽ മിക്കവാറും രാജസേനന്റെ എല്ലാ സിനിമകളിലും ഇന്ദ്രൻസിനെ കണ്ടിട്ടുണ്ട്. മിക്കവാറും എല്ലാ സിനിമകളിലുണ്ട്. അതെ അതെ. ഇപ്പൊ ആദ്യകാലത്ത് വളരെ ചെറിയ റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഇന്ദ്രൻസ് CD ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സിനിമയിലാണ് അല്ലേ ഒരു വേഷം. അപ്പൊ എങ്ങനെ ധൈര്യം വന്നു? അത് അതിനകത്ത് അയലത്തെ അദ്ദേഹത്തില് അമ്പിളിച്ചേട്ടന്റെ കൂടെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മേലെപ്പറമ്പിൽ ആൺവീടിൽ ഒരു കല്യാണ ബ്രോക്കറുടെ വേഷം ചെയ്തു. അപ്പൊ അത് തിയേറ്ററിൽ നമ്മൾ കാണുന്ന സമയത്ത് ഞാനും വാണിസി കാപ്പൻ എല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാം കൂടെ കണ്ടോണ്ടിരിക്കുമ്പോ ഇന്ദ്രന്റെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോ തിയേറ്ററിൽ ഒരു ഇളക്കം ഉണ്ടായിരുന്നു. അതിനു മുമ്പുണ്ടായ ഈ അയലത്തെ അദ്ദേഹം അങ്ങനെ ഒന്നിന്റെ സിനിമകളിലെ ഒരു ബാക്കിംഗ് ആയിരിക്കാം അത്. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇതൊരു ഭാവിയുള്ള നടനാണെന്നും ഇദ്ദേഹത്തിന് ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് അപ്പോഴേ മനസ്സിലായി. അപ്പോൾ CD ഉണ്ണികൃഷ്ണൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രനെ ഇങ്ങനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ഒരു കോമഡി ചെയ്യുന്ന ആക്ടർ രക്ഷപ്പെടുന്നത് ഹീറോയുടെ കൂടെ വരുമ്പോഴാണ്. അപ്പൊ അന്ന് ആ പടത്തിനകത്ത് ഒരു ഹീറോ ക്യാരക്ടർ ചെയ്ത മണിയമ്പിള്ള രാജു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞത്, ഇതിനകത്ത് ഏത് വേഷം എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ദ്രൻ ചെയ്യുന്ന വേഷമായിരിക്കും ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു വേഷമായിരുന്നു ഇന്ദ്രൻ ആ പടത്തിനുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ മിക്കവാറും എല്ലാ സിനിമയിലും പ്രധാനപ്പെട്ട കൊട്ടാരം വീട്ടിലെ പൂട്ടൻ, മറ്റേ അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ പെൺമണി, എല്ലാ സിനിമയിലും കമൽ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെ ഇന്ദ്രൻ ഉണ്ടായിരുന്നു. ഇന്ദ്രന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ ആ പേര് പറഞ്ഞ ആൾക്കാർ വിളിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു വശം. മറ്റൊരു വശം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കാം, വിശ്വസിക്കാം. എപ്പോ കണ്ടാലും ആ ഒരു സ്നേഹവും സന്തോഷവും. ഈ 2-3 മാസം എന്റെ പേര് ഞാനയിലോ അല്ലെങ്കിൽ വെള്ളി നക്ഷത്രത്തിലോ ഒന്നും കണ്ടില്ലെങ്കിൽ ഉടനെ വിളിച്ചു ചോദിക്കും, സാർ എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്ന, എന്തെങ്കിലും തുടങ്ങണ്ടേ, സ്ക്രിപ്റ്റ് വർക്കുകൾ നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സിനിമാ പ്രവർത്തകർ എത്ര പേരുണ്ട് നമുക്ക്? തീർച്ചയായിട്ടും. ഇന്ദ്രന് എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്.